അതേടാ, ഞാൻ നിനക്കൊരു ശല്യാന്ന് എനിക്കറിയാടാ. താൻ മാത്രമല്ലടോ താഴെ നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. ഞാൻ ഈ കാഞ്ചി ഒന്ന് മെല്ലെ വലിച്ചാൽ തന്റെ ഈ പെരട്ടത്തല ചിഹ്നം പിന്നോ വെക്കടാ വെടി. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച പിന്നെ എങ്ങനെ ചത്താലെന്താ? ഏയ് മരണമേ, ഐ ആം കമ്മിങ്. വായിലെ പല്ലടിച്ചു നിർത്തലും ഉദാഹരണം കണ്ട. പാപ്പന്റെ ദേഹത്ത് തൊട്ടാ പിന്നെ അവന്റെ വിധി എഴുതുന്നത് പാപ്പനാ. അവനെ കൊല്ലു പാപ്പ. അയ്യോ ജീവൻ വേണോ അടിക്കോ അല്ലെങ്കിൽ പാപ്പ നിങ്ങളെടുത്ത് വെള്ളത്തിലിടും. ചുമ്മാ സത്യം. എന്റെ കൈപ്പാങ്ങനെ ഒരു നാരടാ നിനക്ക് പറഞ്ഞു തന്നാ. മുണ്ടൂർ എനിക്കൊരു അമ്മായി ഉണ്ട്. അവര് പറഞ്ഞ ഇയാൾക്ക് എന്താണ് വയ്യേ? കാണിച്ചു കൊടുക്കണം. പറഞ്ഞ് ഈ ഉള്ളവനെ പേടിപ്പിക്കല്ലേ. കളക്ടർ വന്ന സെബാസ്റ്റ്യൻ കഴിവേറ്റിക്കളയല്ലേ. എടാ ഭദ്ര, ലോറി എടുക്കടാ. നീ ഇവിടുന്ന് ഈ വണ്ടി കൊണ്ടുപോകാന്ന് വിചാരിച്ചോ? പാണ്ടിക്കരിമ്പാറ പോലെയാണ്. ഇട്ടാളാൻ ചേട്ടാ വണ്ടി ഇടാ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടി ചോദിച്ച് ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതലൊന്നുമില്ല. വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞ് വെട്ടുന്ന പാരമ്പര്യമുണ്ടെന്നറിയാം. പക്ഷെ എന്റെ കളരിയിൽ വെട്ടിന്റെ എണ്ണമല്ല, ആഴമാണ് കണക്ക്. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. ഇന്നാണ് ഷമീർ എത്തി തീർന്ന്. സാറേ നമുക്കൊന്ന് ഒതുക്കിയാലോ? മിണ്ടരുത്, മുമ്പോട്ടെടുക്കും. ഇന്ന് രണ്ടിലൊന്നറിയണം. അതാണ് കറക്റ്റ്. സമീർ സാർ സൂപ്പർ. വീട് കളിക്കടാ. അനിയനിൽ ഇതങ്ങ് നന്നാക്കി കൊടുക്കി. സാധനെ നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ സഹായിക്കാൻ മൊയ്തീനെ നിങ്ങൾ നന്നാക്കി കൊടുക്കി. നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിളിലെ നിങ്ങളല്ലേ ആഫീസർ. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതിപ്പോ നോക്കണ്ട, നിങ്ങൾ നന്നാക്കണം. കഴിഞ്ഞോ ഷേർഖാൻ? അതോ ഇനിയും ഒരു 100 പേരെ കൂടി അയക്കുന്നോ? നീ